പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി MLA സർ, ഭാനുമതി ടീച്ചർ, ശ്രീമതി ജെസ്സി, വേദിയിൽ ഇരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തികൾ, ഒപ്പം പ്രിയപ്പെട്ട കോതമംഗലത്തുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. കോതമംഗലത്ത് വീണ്ടും വരാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് ഇതുവഴിയൊക്കെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട് എന്നുണ്ടെങ്കിലും പൊതുപരിപാടികൾക്ക് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ കാണുന്ന എൻ്റെ നാട് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. അവിടെ ഈ എൻ്റെ നാട് എന്ന് പറയുന്ന വലിയൊരു പദ്ധതിക്ക് തുടക്കമിടുന്ന ഒരു അവസരത്തിൽ ഇതേ സ്ഥലത്ത് തന്നെ വന്ന് നിങ്ങളുടെയൊക്കെ സന്തോഷത്തിൽ പങ്കുചേരാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു. അതിനുശേഷം ഞാൻ ഷിബ് സാറിന് തന്നെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ടാണ് ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഇത്രയും ഭംഗിയുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. കോതമംഗലത്തിന് മറ്റൊരു പേരുണ്ട്, അത് എത്ര പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കേട്ടിട്ടുള്ളൊരു പേരാണ് ഹൈ റേഞ്ചിൻ്റെ കവാടം എന്ന്. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് അക്ഷരാർത്ഥത്തിൽ ഏറ്റവും ചേരുന്ന ഒരു പേര് തന്നെയാണ് കോതമംഗലത്തിന്. കോതമംഗലത്തിൻ്റെ ഒരു പരിസരവും പ്രദേശവും ഒക്കെ തന്നെ എപ്പോഴും ഭയങ്കര പച്ചപ്പ് നിറഞ്ഞ ഒരു പരിസരമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാർഷിക വൃത്തിയുമായിട്ട് ഒരുപാട് അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കോതമംഗലം. അപ്പം അതുകൊണ്ട് ഈ ഒരു പേര് ഏറ്റവും ചേരുന്ന ഒരു പ്രദേശം തന്നെയാണ് കോതമംഗലം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതേപോലെ വളരെ ഭംഗിയുള്ള ഒരു പ്രദേശത്താണ് എൻ്റെ വീടുള്ളത്. തൃശ്ശൂർ പുള്ള് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ്. അവിടെ ചുറ്റും നെൽപ്പാടങ്ങളും കോൾപ്പാടങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പണ്ട് ഞാൻ തമിഴ്നാട്ടിലായിരുന്നു ജനിച്ചു വളർന്നത്. അപ്പോൾ അവധിക്കാലത്ത് അച്ഛൻ ഞങ്ങളെ കൊണ്ടുവരുമായിരുന്നു പുള്ളിലേക്ക്, തൃശ്ശൂരുള്ള സ്ഥലത്തേക്ക്, തറവാട്ടിലേക്ക്. അപ്പോൾ തമിഴ്നാടിലുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വളരെ മാറി നെൽപ്പാടങ്ങളുടെയും കൃഷിയൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഒരു മനസ്സിന് വലിയ സന്തോഷം തോന്നുമായിരുന്നു. അപ്പോഴൊക്കെ ഇങ്ങനെ ഞാറ് നടുന്നതും കൊയ്യുന്നതും അങ്ങനെ പല പല ഘട്ടങ്ങളിൽ കാർഷിക വൃത്തിയുടെ പല പല ഘട്ടങ്ങൾ ആ സമയത്തൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്. കറ്റ മെതിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഒരു കൗതുകത്തോടു കൂടി കണ്ട് ആസ്വദിച്ചിട്ടേ ഉള്ളൂ. അതിനുശേഷം പിന്നീട് വളർന്ന് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിവുകൾ വന്നു തുടങ്ങിയതിന് ശേഷമാണ് ഇത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണെന്നും എത്രമാത്രം നമ്മുടെ കാലാവസ്ഥ മുതൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഒരു കാർഷിക വൃത്തി എന്നുള്ള ഒരു വലിയ ഒരു മേഖല തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം റിസ്ക് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോഴാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പൊ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നോട്ടീസിലൊക്കെ എഴുതിയിട്ടുള്ള ഒരു വാചകമുണ്ട്, കർഷകരാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ നട്ടെല്ല് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്ന ഒരു വാചകം. അത് എത്രമാത്രം സത്യമാണ് എന്നുള്ളത് ഞാനും തിരിച്ചറിയുന്നു. എന്ത് വില കൊടുത്തും സംരക്ഷിക്കപ്പെടേണ്ട ഒരു മേഖലയാണ് കാർഷിക വൃത്തി. എന്ത് വില കൊടുത്തും സംരക്ഷിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് കർഷകർ എന്ന് പറയുന്നത്. നമുക്ക് ജീവിതത്തിലെ മറ്റെന്ത് കാര്യങ്ങൾക്കും ഒരു റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ മാറ്റിവെക്കാവുന്ന എന്തെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടും. പക്ഷേ ഈ കാർഷിക വൃത്തിക്കോ അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്കോ പകരം മാറ്റിവെക്കാൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലോകത്ത് മറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, നമ്മൾ ഇന്നിപ്പോൾ ജീവിക്കുന്ന സാമൂഹിക ജീവിതത്തിൻ്റെ നട്ടെല്ലായി എന്നും നിലകൊള്ളേണ്ട ഒരു മേഖലയാണ് കാർഷിക വൃത്തി എന്ന് പറയുന്നത്. ഇനി ആലോചിക്കപ്പെടേണ്ടത് ശരിക്കും നമ്മുടെ യുവതലമുറയെ കാർഷിക വൃത്തിയുമായി എങ്ങനെ കൂടുതൽ അടുപ്പിക്കാമെന്നും അവരുടെയൊക്കെ ഒരു ചിന്തയും അവരുടെയൊക്കെ പുതുമയുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള ചിന്തകളുമൊക്കെ കാർഷിക വൃത്തിയെ കൂടുതൽ പുഷ്ടിപ്പെടുത്താൻ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അങ്ങനെയുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കാൻ ഇങ്ങനെയുള്ള കാർഷിക ഉത്സവങ്ങൾ, കാർഷിക മേളകൾ വളരെയധികം ഉപകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു എൻ്റെ നാട് എന്നുള്ള പദ്ധതി തുടങ്ങി ഇപ്പോൾ എൻ്റെ നാടിൻ്റെ മറ്റൊരു സംരംഭമായി കാർഷികോത്സവം എന്ന വലിയ ഒരു ഐഡിയ ഇതേപോലെ ഉള്ള ഒരു നാട്ടിൽ നടത്താൻ മുൻകൈ എടുക്കുന്നതിന് ബഹുമാനപ്പെട്ട ഷിബു സാറിൻ്റെ അടുത്ത് എനിക്ക് വലിയ നന്ദിയും സന്തോഷവും അറിയിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടും ഞാൻ അതിൻ്റെ ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടും ഞങ്ങൾ ഒരു സിനിമ ഒന്നിച്ച് പ്രവർത്തിച്ചു. ഇനിയുള്ള ഒരു സിനിമ വരാൻ പോകുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു നിർമ്മാണത്തിലുള്ളതാണ് എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പം നല്ല സിനിമയെ സ്നേഹിക്കുന്നതിനോടൊപ്പം നാടിനെയും കുടുംബത്തിനെയും ഒക്കെ ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു മനസ്സാണ് ഷിബു സാറിൻ്റെത്. അപ്പോൾ ഷിബു സാറാണ് ഇങ്ങോട്ട് എന്നെ വളരെ സ്നേഹത്തോടെ ക്ഷണിച്ചത്. ഇന്ന് ഇവിടെ വന്ന് ഈ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും. കാലാതിവർത്തിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറിന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മരണമില്ല, നമുക്ക് എന്നെന്നും നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു പ്രതിച്ഛായയാണ് ഉമ്മൻചാണ്ടി സാറിനുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ പൈതൃകം അതേപോലെ കാത്തു സൂക്ഷിക്കുന്ന പാതയിൽ തന്നെയാണ് ചാണ്ടി ഉമ്മനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തോടൊപ്പം ഈ വേദിയിൽ ഈ ഒരു ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും വലിയ സന്തോഷം. നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണാനും
ഇവിടെ വന്ന് നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനും സാധിച്ചതിൽ സന്തോഷം. എല്ലാവർക്കും മനസ്സമാധാനവും ആരോഗ്യവുമുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷപൂർവ്വം ഈ കാർഷിക മേള ഉദ്ഘാടനം ചെയ്തതായി അദ്ദേഹം അറിയിക്കുന്നു.